ഹലോ ചങ്ങികളെ, RK ഏഞ്ചൽസിന്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ പൊന്നൂസ് ഞാൻ പരിചയപ്പെടുത്താം. എന്റെ രണ്ടാമത്തെ മോളാണ്, മൈ സെക്കൻഡ് ഏഞ്ചൽ. എന്റെ ഏഞ്ചൽസ് ആണ്. എനിക്ക് 3 മക്കളാണ്. അത് രണ്ടാമത്തെ കാന്താരിയാണ്. ഇവിടെ പരിചയപ്പെടുത്തുന്നത് വേറെ ഒന്നുണ്ടല്ല, എന്റെ ക്യാമറ, എന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നതെല്ലാം ഇവളാണ്. അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ എന്റെ 3 മക്കളും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ ഇന്നത്തെ വിശേഷം പറയാനായിട്ട് വേറെ ഒന്നല്ല. ഞാൻ ഇന്നലെ മേലൂർ പള്ളി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കൊട്ടും മേളവും നമുക്ക് കാണാം. പള്ളിയുടെ അലങ്കാരങ്ങളൊക്കെ ഇന്ന് ഞാൻ എടുത്തിരുന്നതായിരിക്കും. കാരണം ഇന്നലെ നേരം വൈകി ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ എനിക്ക് അലങ്കാരം നിർത്താൻ പറ്റിയില്ല. അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ കുറച്ച് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. പക്ഷെ ഒരുപാട് കൊട്ടുകാരുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ചെന്നപ്പോ കണ്ട കൊട്ടിട്ടോ, ഇഷ്ടപ്പെട്ടതില് അതുകൊണ്ടാണ് ഇഷ്ടമായത്. ആ ഒരു കൊട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ സരിക തൃശ്ശൂര് ടീം കൊട്ടുകാര്, വാദ്യമേളക്കാര് സരിക തൃശ്ശൂര്. അപ്പൊ അവരുടെ കൊട്ടെന്ന് പറഞ്ഞ പൊന്ന് ചങ്കള് വേറെ ലെവലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാളപ്പള്ളിയിലത്തെ പെരുന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മാള ഈ ഒരു ഏരിയയില് അമ്പ് പെരുന്നാൾ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് നമുക്ക് അമ്പ് പെരുന്നാൾ ഏറ്റവും മനോഹരമാവുന്നത് നമ്മുടെ മേലൂർ പള്ളിയാണ്. ചുമയുണ്ട് ചങ്കൾ, അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നു, ചുമ വന്നിട്ട് മാറിയിട്ടില്ല. അപ്പൊ നമ്മുടെ മേലൂര് പള്ളിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഉണ്ണീശോയാണ് അവിടുത്തെ മെയിൻ ഒരു നമ്മൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തരുന്ന ഒരു വ്യക്തി ഉണ്ണീശോയാണ്. അവിടുത്തെ മേലൂർ പള്ളിയിൽ ചെന്നിട്ട് ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യവും നമ്മൾ നടക്കുന്നതായിരിക്കും. നമ്മുടെ എന്ത് സങ്കടമുണ്ടോ, എന്ത് വിഷമങ്ങളുണ്ടോ, നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടിയിരിക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ പോയി നോക്കാം, നിങ്ങൾക്ക് അതിനുള്ള വിശ്വാസം അവിടെ നിന്ന് കിട്ടിയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സരിക തൃശ്ശൂർ ടീമിന്റെ കൊട്ടാണ് നമ്മളിത് കാണിക്കാൻ പോണം. അപ്പൊ നിങ്ങളെല്ലാവരും വന്നത് കാണാം, അടിപൊളിയാണ്. അപ്പൊ മേലൂർ പള്ളിയിലെ പെരുന്നാള് 13-14 13-14 അപ്പൊ 13-ാം തീയതിക്കലത്തെ ഒരു പ്രോഗ്രാമാണ് ഞാനിപ്പോ നിങ്ങൾ കാണിച്ചു തരുന്നത്. അതായത് മെയിൻ അമ്പ് ഇറങ്ങുന്ന ഒരു ദിവസമാണ് 13-ാം തീയതി. വീടുകളിലൊക്കെ അമ്പ് കയറി വൈകുന്നേരം ആകുമ്പോൾ അത് പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് മേലൂർ പള്ളിയിലെ അമ്പിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ ചങ്കളെ, അപ്പൊ അടിപൊളി. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. RK ഏഞ്ചൽസ് ആണ് നമ്മുടെ ചാനലിന്റെ പേര്. പപ്പിക്കുട്ടി ഒരാളോട് പരിചയപ്പെടുത്താനും എന്റെ ഏഞ്ചൽ, 3ാമത്തെ ഏഞ്ചല്. അപ്പൊ ഇതാണ് എന്റെ പപ്പിക്കുട്ടി അദീന എന്ന പേര്. ഇവളുടെ പേര് ഹെലീന എന്നാണ്. ഇവളുടെ പേര് അദീന എന്നാണ്. ഞാൻ പപ്പിക്കുട്ടിനെ വിളിക്കുന്നത്. ഇവളെ വിളിക്കുന്നത് പൊന്നു എന്നാണ്. ഇനി ഒരാളുടെ ഉണ്ട്, ഇവൾക്ക് മൂത്തത് ഒരാളുടെ ഉണ്ട്. അവളുടെ പേര് അലീന എന്നാണ്. അവള് വിളിക്കുന്നത് പമ്മൂസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അവള് മംഗലാപുരത്തെ പഠിക്കുന്ന BSc നഴ്സിംഗ് ആണ്. അപ്പൊ ലാസ്റ്റ് ഇയർ ആണ്, ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് എന്റെ ഫാമിലി. അപ്പൊ ചങ്കളെ എന്റെ ഏഞ്ചൽസ് ആണിത്. അപ്പൊ നമുക്ക് മേലൂർ പള്ളിയിലത്തെ അമ്പിന്റെ ആ ഒരു ഗംഭീര അടിപൊളി വൈബ് നമുക്കൊന്ന് കണ്ടാലോ പൊന്നൂസ് പപ്പി. ഇന്നലെ എന്താണ് അവിടെ ചെന്നിട്ട്, ഇവരവിടെ ചെന്നിട്ട് തിരിച്ചു വരാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അമ്പെല്ലാം കയറി ലാസ്റ്റ് കലാശക്കൊട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പൊ നമുക്ക് മേലൂർ പള്ളിയിലത്തെ കലാശക്കൊട്ട് കാണാം. അപ്പൊ സരിക തൃശ്ശൂര്. ഓക്കെ.
ഹലോ ചങ്കുകളെ, അപ്പൊ നമ്മുടെ മേലൂർ പള്ളിയിലത്തെ കലാശക്കൊട്ടാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ടീമിന്റെ മാത്രം എന്താണ് ചെയ്തത് വീഡിയോ പിടിച്ചെന്നുള്ളത്. സോറി ചങ്കളെ, ഞാൻ എത്തിയപ്പോ നേരം വൈകി, ലാസ്റ്റ് ആയപ്പോഴും ഞാൻ എത്തിയത്. അപ്പൊ ലാസ്റ്റ് ആ ഒരു ആൾക്കാർ ടീം നമ്മുടെ തൃശ്ശൂർ സരികയായിരുന്നു. അപ്പൊ അവരുടെ കൊട്ടാണ് ഞാൻ കാണിച്ചത്. പക്ഷെ ഏറ്റവും കലാശക്കൊട്ട് അടിപൊളി ഗംഭീരമാക്കിയത് നമ്മുടെ സരിക തൃശ്ശൂരാണ്. അപ്പൊ അടിപൊളി കൊട്ടായിരുന്നല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഇന്നിപ്പോ അവിടെ മെഗാ ഷോ ഒന്നും തോന്നുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ അവിടെ പോകുന്നുണ്ട്. അപ്പൊ മേലൂർ പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഈ ഒരു ഏരിയയില്, ഞാൻ മാളക്കാരിയാണ്, ഞാൻ താമസിക്കുന്ന പൂപ്പത്തിയിലാണ്. പക്ഷെ ഞങ്ങളുടെ ഈ മാള ഒരു ഏരിയയില് മേലൂർ പള്ളിയിലത്തെ അമ്പാണ് ഗംഭീര അമ്പ്. അമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി അമ്പാണ് മേലൂർ പള്ളിയിലത്തെ അമ്പ്. അപ്പൊ ഇപ്പൊ ഈ കൊല്ലം കാണാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ അടുത്ത കൊല്ലം അമ്പ് കാണാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് ആയുസ്സും ആരോഗ്യവും എല്ലാം ദൈവം തന്നാല് എല്ലാവരും അടുത്ത വർഷം അമ്പ് കാണാനായിട്ട് മേലൂർ പള്ളിക്ക് വരണം. ശനി ഞായറാണ് വരേണ്ടത്. ഗംഭീര അമ്പ് നിങ്ങൾക്ക് കാണാം. അത് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി അലങ്കാരം എന്ന് വെച്ചാൽ അടിപൊളി അലങ്കാരങ്ങളാണ്. ലൈറ്റിംഗ് ഒക്കെ സൂപ്പർ ലൈറ്റിംഗ് ആണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ പോകുന്നുണ്ട്. ഇന്നിപ്പോ മെഗാ ഷോ ആണ്. അപ്പൊ നമ്മുടെ അമ്പിന്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ചെന്ന് കഴിഞ്ഞാല് കൊട്ടും മേളവും ആദ്യമൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ആരോഗ്യത്തോടുകൂടി ഇരിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ. അപ്പൊ ഒരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ, ഞാനും നമ്മുടെ RK ഏഞ്ചൽസ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഓക്കെ ചങ്കളെ, കുറെ വിശേഷങ്ങളുമായിട്ട് ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പൊ എല്ലാവരും കാണണം. ഓക്കെ, ടാറ്റ ബൈ ബൈ.